ശങ്കരാചാര്യൻ വിവേക ചൂടാമണിയിൽ പറയുകയാണ്, ന പ്രത്യഗ് ബ്രഹ്മണോർഭേദം കഥാപി ബ്രഹ്മസർഗയോ പ്രജ്ഞയായോ വിജാനാതി സജീവൻ മുക്തലക്ഷണ. ഞാൻ പഴയ കാലത്ത് ഈ ശാസ്ത്രങ്ങളും പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചുകൊണ്ടിരുന്നുവല്ലോ. അങ്ങനെ വായിക്കുമ്പോൾ എപ്പോഴും അങ്ങോട്ട് തെരഞ്ഞു പിടിച്ച് ചെല്ലും. പലതും വായിക്കും. എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ അത്ര അങ്ങോട്ട് മനസ്സിന് രുചിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ജീവൻ മുക്തി അത് കൈവരിക്കണം എന്നായിരുന്നല്ലോ ഉദ്ദേശം, ലക്ഷ്യം. ആ ജീവൻ മുക്തി വേണമെന്ന് വിചാരിച്ചവൻ അത് കിട്ടാതെ സമാധാനം വരുമോ? വരില്ല. അപ്പോൾ ഈ ജീവൻ മുക്തിയെപ്പറ്റി, ജീവൻ മുക്തനെ പറ്റി എവിടെയാണ് പ്രതിപാദനം എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കും ഞാൻ. അപ്പോൾ അതിൽ പല ശ്ലോകങ്ങളും ഉണ്ട്. അതിലൊരു ശ്ലോകം ഇതാണ്, ന പ്രത്യഗ് ബ്രഹ്മണോർഭേദം കഥാപി ബ്രഹ്മസർഗയോ പ്രജ്ഞയാ യോ വിജാനാതി. എന്താ ഇതിനർത്ഥം? ന പ്രത്യഗ് ബ്രഹ്മണോർഭേദം. എന്താ ഇതിനർത്ഥം? പ്രത്യക് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്. ആ ഉള്ളിലുള്ളതിനെയാണ് ഞാൻ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്, സൂചിപ്പിക്കുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നതോ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മശബ്ദത്തിന് ഒരു സർവവ്യാപ്തിയാണ്. ആത്മശബ്ദത്തിന് ഞാൻ എന്നുള്ളതിനോ ഒരു ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യാപ്തിയാണ്. ഇങ്ങനെ പ്രത്യക് രൂപത്തിലായാലും ബ്രഹ്മരൂപത്തിലായാലും സത്താവിശേഷം ഒന്ന് തന്നെ, അസ്തിത്വം ഒന്ന് തന്നെ. ഇത് രണ്ടും തമ്മിൽ സ്വല്പമെങ്കിലും ഭേദം, വ്യത്യാസം മനസ്സിൽ തോന്നരുത്. മനസ്സിലാണ് ഈ വ്യത്യാസം. അതേ മനസ്സിലാണ് അത് ഇല്ലാതെയാവേണ്ടത്. എങ്ങനെയാണോ നിങ്ങൾക്ക് ഞാനും നീയും വ്യത്യസ്തർ, ലോകവും ഈശ്വരവും വ്യത്യസ്തം, ഞാനും ഈശ്വരനും വ്യത്യസ്തർ, ഇങ്ങനെ വ്യത്യാസഭാവം, ഭേദഭാവം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ എവിടെ ഉദിക്കുന്നുവോ അവിടെ തന്നെ, അതേ സ്ഥാനത്ത് തന്നെ ഈ ഭേദവ്യത്യാസം പോയി അഭേദം ഉറച്ചു നിൽക്കും. ഇതെവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ട. മനസ്സിലാണെങ്കിൽ മനസ്സ്, മൂക്കിൻ്റെ തുമ്പത്താണെങ്കിൽ മൂക്കിൻ്റെ തുമ്പത്ത്. എവിടെയാണോ നിങ്ങൾക്ക് ഭേദബുദ്ധി ഉള്ളത് അവിടെ അതേ ബുദ്ധി ഇല്ലാതെയാവും. ആരാണോ ഉണർന്നിരിക്കുന്നത് അതേ ആളാണ് ഉറങ്ങാൻ പോകുന്നത്. എവിടെയാണോ ഉണർവ് എന്നുള്ള ബോധം നിൽക്കുന്നത് അവിടെയാണ് ഉറക്കം എന്നുള്ളത് സംഭവിക്കുന്നത്. ഇതെവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? എൻ്റെ ഉണർവ് ബോധം എവിടെയാ? കാലത്ത് എണീറ്റൊന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കാറുണ്ടോ ആരെങ്കിലും? അതോ ഉണർന്നു നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണു? അപ്പോൾ എവിടെയാണോ ഈ ഭേദബുദ്ധി ശക്തമായി പ്രകാശിക്കുന്നത് അവിടെ തന്നെയാണ് ആ ഭേദബുദ്ധി പോയി അഭേദം ഒന്ന് എന്നുള്ള സാക്ഷാത്കാരവും അനുഭവപ്പെടുക. കഥാപി ബ്രഹ്മസർഗയോഹോ. അപ്പോൾ ഒരിക്കലും ആത്മാവും ബ്രഹ്മവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നരുത്. അതുപോലെ ബ്രഹ്മവും സർഗവും തമ്മിൽ വ്യത്യാസമുണ്ടാവരുതെന്ന്. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിവിശേഷം, ഈ ബഹുമുഖമായ അസ്തിത്വം, പഞ്ചഭൂതങ്ങളടങ്ങിയ പ്രപഞ്ചം, ജീവജാലങ്ങളടങ്ങിയ പ്രപഞ്ചം. ബ്രഹ്മവും സർഗവും തമ്മിലും ആത്മാവും ബ്രഹ്മവും തമ്മിലും സ്വല്പമെങ്കിലും വ്യത്യാസമുണ്ടാകരുത്. ആ വ്യത്യാസമുള്ളതിനെ ആരാ നീക്കം ചെയ്യുക? പ്രജ്ഞയായോ വിജാനാതി. വ്യത്യാസമില്ല എന്നുള്ള വസ്തുത പ്രജ്ഞ കൊണ്ട്, വിവേകം കൊണ്ട്, ബുദ്ധി കൊണ്ട് ആലോചിച്ച് 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 വിശകലനം ചെയ്ത് വിമർശന ബുദ്ധിയോടുകൂടി ചിന്തിച്ച് ഇല്ല 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 എന്ന് മനസ്സിലാക്കി അതിലങ്ങോട്ട് ഉറപ്പ് വരണം. അങ്ങനെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ 9ാമത്തെ അധ്യായത്തിലുള്ള വിശേഷപ്പെട്ട ഗുഹ്യതമ ജ്ഞാനം ഉപദേശിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ്. എന്താ തുടക്കം? മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വപസ്ഥിതഃ. എന്നെ ഈ 60 കൊല്ലത്തെ ഭഗവത്ഗീത പ്രതിപാദന ജീവിതത്തിൽ അപൂർവം ചിലരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ, എന്താ സ്വാമിജി ഈ ശ്ലോകത്തിന് അർത്ഥം എന്ന്. ആദ്യമായിട്ട് ചോദിച്ചത് ജംഷഡ്പൂരിലെ ഒരു ഡോക്ടർ സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു, അനന്ത സുബ്രഹ്മണ്യൻ, KNA സുബ്രഹ്മണ്യൻ എന്നാ പേര്. അദ്ദേഹം ചോദിച്ചു, സ്വാമിജി ഈ ഭഗവത്ഗീതയിലെ 9ാമത്തെ അധ്യായത്തിൽ 3 ശ്ലോകം പറയുന്നുണ്ടല്ലോ, അതിൽ ഈ ആദ്യത്തെ 4ാമത്തെ ശ്ലോകവും 5ാമത്തെ ശ്ലോകവും ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. അതൊരു കോൺട്രഡിക്റ്ററി പ്രോപ്പോസിഷൻസ്, പരസ്പര വിരുദ്ധമാണെന്ന് തോന്നും. പ്രേക്ഷകരായ നിങ്ങൾക്കും തോന്നും. അപ്പോൾ പ്രവക്താവായ ഞാൻ എന്തു വേണം?
നിങ്ങളുടെ മനസ്സിൽ ഉദിക്കാൻ സാധ്യതയുള്ള ഈ ഭേദബുദ്ധിയെ, ഈ വൈരുദ്ധ്യത്തെ ഇല്ലാതെയാക്കണം. അതാണല്ലോ പ്രവക്താവിൻ്റെ ചുമതല. അതിനാണ് ഇത്രയൊക്കെ മുഖവുര പറയുന്നത്. ഇത് രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്, ഗുഹ്യതമമാണ്, കേൾക്കണം. ഇത് കേൾക്കാതെ ഇരുന്നാലോ തകരാറ് തന്നെ, തരിപ്പണം. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല. കേട്ടില്ലെങ്കിലോ ഒക്കെ തകരാറാ. അപ്പോൾ ശ്രദ്ധ കൂടി, മനസ്സും ബുദ്ധിയും കൂടുതൽ വ്യഗ്രമായി കേന്ദ്രീകരിച്ചു. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന. എത്ര ആൾക്കാരാ ഇന്നും കൂടിയും ഇവിടെ ഗിരിജ എന്ന് പറഞ്ഞ ഒരു മഹതി വന്നു ഏറ്റുമാനൂരിൽ നിന്ന്. എനിക്ക് കൃഷ്ണനെ കാണണം എന്നാണ് പറയുന്നത്. അത് കൂട്ടത്തിൽ പറയും എപ്പോഴും കാണണം എന്ന്. നോക്കൂ, എപ്പോഴും കാണണം, കൃഷ്ണനെ കാണണം. എപ്പോഴും കൃഷ്ണനെ കാണണമെങ്കിൽ കൃഷ്ണൻ എപ്പോഴും ഉണ്ടാവണം, എവിടെയും ഉണ്ടാവണം. അപ്പം എവിടെയും എപ്പോഴും ഉണ്ടാകുന്ന കൃഷ്ണൻ എങ്ങനത്തെ കൃഷ്ണനാ? അതാണ് ഇവിടെ പറയണത്. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന. പ്രേക്ഷകനെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതം ജഗത്, ഇതം സർവം ജഗത്, ഈ ജഗത്ത് മുഴുവനും മയാ എന്നാൽ തതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഞാൻ വ്യാപിച്ചിരിക്കുകയാണ് ഈ ജഗത്തിൽ മുഴുവനും. ഇത് പറയുന്ന കൃഷ്ണൻ അർജുനൻ്റെ മുൻപിൽ ഒതുങ്ങിയ ഒരു ശരീരത്തോടു കൂടിയുള്ളവനാണ്. 2 കൈയും ചാട്ടവാറും കടിഞ്ഞാണും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണനാണ്. ആ കൃഷ്ണൻ ഒരു പരിമിത രൂപമാണ്. ആ കൃഷ്ണനാണ് വായ കൊണ്ട് മുഖം കൊണ്ട് പറയുന്നത്, ഞാൻ ഈ ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അർജുന. ജഗത്ത് എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വ്യാപിച്ചിരിക്കണു എന്ന് പറയുന്ന കൃഷ്ണൻ ദൈഹികമായി വ്യാപിച്ചിരിക്കുകയാണോ? എന്നാൽ അവിടെ മുമ്പിലുണ്ടാവില്ലല്ലോ. കൃഷ്ണൻ്റെ ദേഹം ലോകം മുഴുവനും വ്യാപിച്ചതാണെങ്കിൽ കയ്യിൽ ചാട്ടവാറോ കടിഞ്ഞാണോ ഉണ്ടാവുമോ? അതിനൊരു മുഖം എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലം ഉണ്ടാവുമോ? സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ സംസാരിക്കുന്നത് കൃഷ്ണൻ്റെ ശരീരമാണ്, മുഖമാണ്, നാവാണ്. 2 കൈയുണ്ട്, മുഖമുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ സ്ഥൂല രൂപത്തിൽ പരിമിതമായ ഒരു ദേഹം വേണം. ആ ദേഹം അർജുനൻ്റേതിൽ നിന്നും മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാവണം. അപ്പം ഞാൻ വ്യാപിച്ചിരിക്കുന്നു അർജുന എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവ്യക്തമൂർത്തിന. ഇത് ഞാൻ എത്ര തവണ പറയണപ്പാ, അവ്യക്തമൂർത്തിന. നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൻ്റെ മുൻപിൽ, ക്ഷേത്രപാലൻ്റെ മുൻപിൽ നിന്ന് സ്തുതിക്കുന്നതാണ്. അമ്മേ അമ്മേ, ഭഗവാനെ, ശിവശിവ, ഹരേ നാരായണ, മുരുക എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ. ആരെയാ ഈ പറയുന്നത്? ആ കല്ലാണോ? കല്ലാണെങ്കിൽ ആ കല്ല് വളരെ പരിമിതമാണ്, അത് ദൈവമാവില്ല. ആ കല്ല് ദൈവത്തിൻ്റെ ഒരു പ്രതീകമാണ്, സൂചിപ്പിക്കുന്ന ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്താ? എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഒരു സത്താവിശേഷം. എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന സത്താവിശേഷത്തിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അപ്പം ഞാൻ ഗിരിജയോട് ചോദിക്കുകയായിരുന്നു. എന്താ ചോദിച്ചേ? അതെ, ഭഗവാൻ എല്ലാ ദിക്കിലുമുണ്ട്. എല്ലാ ദിക്കിലുമുള്ള ഭഗവാനെ കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ടോ? ഒന്ന് പറയൂ. കണ്ണുകൊണ്ട് മുൻപിലല്ലേ കാണുള്ളൂ, പിന്നിൽ കാണില്ലല്ലോ. പുറത്തല്ലേ കാണുള്ളൂ, ഉള്ളിൽ കാണില്ലല്ലോ. അപ്പം എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കണ്ണുകൊണ്ട് കാണാനുള്ളതല്ല. അവ്യക്തമൂർത്തിന. അവ്യക്തം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വ്യക്തം, തെളിഞ്ഞത്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളത് വ്യക്തം. അവ്യക്തം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സെങ്ങനെയോ അതേപോലെ ലോകത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട ചേതനാത്മകതയാണത്. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഈശ്വരൻ അവ്യക്തമായ മൂർത്തി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അതിന് ഒരു തരത്തിലുള്ള ഒരു പ്രതീകം, നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് നമ്മുടെ ശരീരം. അപ്പം അവ്യക്തമായ ഒരു മൂർത്തിയോടുകൂടിയാണ് ഞാൻ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്. വ്യക്തമായ മൂർത്തി ഈ ശരീരമാണ്. ആ ശരീരത്തിന് സർവ്വവ്യാപിത്വമില്ല. സർവ്വവ്യാപിത്വം ഉള്ളത് ശരീരത്തിൻ്റെ ഉള്ളിൽ അമൂർത്തമായിരിക്കുന്ന ഒരു ചേതന സത്താവിശേഷമുണ്ട്. ആ നിലയിലാണ് ഞാൻ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം എൻ്റെ ശരീരം വ്യക്തവും ശരീരത്തിൻ്റെ അവ്യക്തവുമാണ്. ആ അവ്യക്തമായ മൂർത്തിയിലൂടെയാണ് ഞാൻ സർവ്വദിക്കിലും വ്യാപിച്ചിരിക്കുന്നത്. അവ്യക്തമൂർത്തിന. ഈ വാക്ക് ഒരു 100 തവണ നിങ്ങൾ പറയണം.
അവ്യക്തമൂർത്തിന 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 മയാ തതം ഇതം സർവം ജഗത്. അവ്യക്തമൂർത്തിയാലാണ്, അല്ലെങ്കിൽ അവ്യക്തമൂർത്തിയായിരിക്കുന്ന എന്നാലാണ് ഈ ലോകം മുഴുവനും, ഈ ജഗത്ത് മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്താ അതിനർത്ഥം? മത്സ്ഥാനി സർവഭൂതാനി, എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഒരു അവ്യക്ത മൂർത്തിയാണ് എൻ്റേത് എന്ന് വന്നാൽ, ആ അവ്യക്ത മൂർത്തിയിൽ നിലനിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവനും. കൃഷ്ണൻ്റെ തലയിലോ തോളത്തോ വിരലിൻ്റെ തുമ്പത്തോ അല്ല. ഈ പ്രപഞ്ചം മുഴുവനും നിൽക്കുന്നത് കൃഷ്ണൻ്റെ ഉൾവ്യക്തിത്വത്തിലാണ്. ആ ഉൾവ്യക്തിത്വത്തിന് പരിമിതിയില്ല. ഇപ്പം മനസ്സ്, കൈ, കാല്, കണ്ണ് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ്. മനസ്സിനും ഒരു മൂർത്തി ഉണ്ടെങ്കിലോ, ഒരു രൂപമുണ്ടെങ്കിൽ എല്ലാറ്റിലും പതിഞ്ഞിരിക്കാനോ വ്യാപിക്കാനോ പറ്റുമോ? പറ്റില്ല. വെള്ളമെടുത്തു, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള തുണിമണികളാണ് കൊണ്ടിട്ടു. അതിൽ പാൻ്റ് ഉണ്ടാവും, ഷർട്ട് ഉണ്ടാവും, സാരി ഉണ്ടാവും, ബ്ലൗസ് ഉണ്ടാവും, പെറ്റിക്കോട്ട് ഉണ്ടാവും, തലപ്പാവ് ഉണ്ടാവും, ടൈ ഉണ്ടാവും, എല്ലാം കൊണ്ടങ്ങോട്ട് വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വെള്ളത്തിന് എല്ലാറ്റിലും വ്യാപിക്കണമെങ്കിൽ സ്വയം ഒരു രൂപമോ ഒരു ആകൃതിയോ അതിനുണ്ടാവാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സുപോലെ ഇരിക്കുന്ന ഉൾസത്തയുണ്ടല്ലോ, ആ ഉൾസത്ത വെള്ളം എങ്ങനെ എല്ലാ വസ്ത്രങ്ങളിലും പരക്കുന്നുവോ വ്യാപിക്കുന്നുവോ, അതുപോലെ മൂർത്തിമത്തായ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിലെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. ഇത് കൃഷ്ണൻ്റെ അവ്യക്തമൂർത്തി മാത്രമല്ല, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഞാൻ ഈ ലോകത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. അഷ്ടാവക്രൻ ജനകന് ഉപദേശിക്കുമ്പോൾ ഉപദേശം കേട്ട ഉടനെ പറയുകയാണ്, ഞാൻ ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്ന് അഷ്ടാവക്ര മഹർഷിയോട് ജനകൻ പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അദ്ദേഹം. ആദ്യത്തെ അധ്യായത്തിൽ ഉപദേശം, 2-ാമത്തതിൽ മറുപടി. ഇതാണ് നമ്മുടെ ഹൈന്ദവ സിദ്ധാന്തങ്ങൾക്കോ ധർമ്മത്തിനോ ഉള്ള വിശേഷത. നോക്കൂ, കൃഷ്ണൻ ഇവിടെ പറയുന്നത് അവ്യക്തമായ മൂർത്തിയുണ്ട് എനിക്ക്, ആ മൂർത്തിയിലൂടെയാണ് ഞാൻ എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നത്. ഇത് കൃഷ്ണന് മാത്രമല്ല പറയാൻ പറ്റുക. കൃഷ്ണൻ്റെ ശരീരത്തെ പോലെ നമ്മുടെ ശരീരവും പാഞ്ചഭൗതികമാണ്. കൃഷ്ണൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് പോലെ ഒരു മനസ്സ് നമുക്കുണ്ട്, ബുദ്ധി പോലെ ഒരു ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ അർജുനൻ്റെ മനസ്സിനും ബുദ്ധിക്കും ഉപദേശിച്ച് ഈ ജ്ഞാനം സാക്ഷാത്കൃതമാക്കി തീർക്കുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികളുടെയും ഉള്ളിലും പുറത്തുമുള്ള ഘടകം ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരം സമാനം, മനസ്സ് സമാനം, ബുദ്ധി സമാനം, അഹങ്കാരം സമാനം. ഇതിൽ നാം എത്രത്തോളം പരിശുദ്ധി വരുത്തി തീർക്കണു എന്നുള്ളതിലാണ് വ്യത്യാസം. അപ്പം മനസ്സിന് പവിത്രതയും ബുദ്ധിക്ക് ആശയത്തെളിച്ചവും ഉണ്ടായി ആ സത്ത, ഉൾസത്ത മനസ്സിൽ നല്ല പോലെ അങ്ങോട്ട് പ്രശോഭിച്ചാൽ എല്ലാവർക്കും പറയാവുന്നതാണിത്. അതാണല്ലോ കൃഷ്ണൻ മമ സാധർമ്യമാഗതാഹ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഹൈന്ദവ സിദ്ധാന്തത്തിൻ്റെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ, ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നു, ശിഷ്യൻ അത് സാക്ഷാത്കരിക്കുന്നു, എന്നിട്ട് ഗുരുവിനെ പോലെയായി മറ്റുള്ളവർക്കും ഉപദേശിച്ചു കൊടുക്കുന്നു. അല്ലാണ്ട് ഗുരു പറയണില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇത് അറിഞ്ഞവൻ, എനിക്ക് മാത്രമേ പറ്റുള്ളൂ, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണം, എന്നിലൂടെ വരാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഇവിടെ ഇല്ല. ഈ പറയുന്നത് മുഴുവൻ മനുഷ്യരാശിയിൽ ജനിച്ച ഓരോ വ്യക്തിക്കും സാർത്ഥകമാണ്, സാധുവാണ്, സാക്ഷാത്കരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് പറയരുത് ഇത് കൃഷ്ണന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന്. ആർക്ക് വേണമെങ്കിൽ പറയാം. കപിലൻ ഉപദേശിച്ചിട്ടുണ്ടല്ലോ അമ്മയ്ക്ക്, എല്ലാവർക്കും ഉപദേശിച്ച് നീ അതുപോലെ ആവണം 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 എന്നല്ലേ പറയുന്നത്. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്നാണ് നമ്മുടെ സിദ്ധാന്തം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായിത്തീരണു, ഈശ്വരനെ അറിഞ്ഞവൻ ഈശ്വരനായിത്തീരണു. ആർക്ക് വേണമെങ്കിൽ അങ്ങനെ ഈശ്വരനായിത്തീരാം, ആ താതാത്മ്യത്തോടു കൂടി സംസാരിക്കാം. പക്ഷേ സംസാരിക്കാനുള്ളവർ അധികം പേര് ഉണ്ടാവുന്നില്ല. എന്താ കാരണം? അവരുടെ താല്പര്യം മുഴുവനും അവരുടെ കുടുംബത്തിലും കുട്ടികളിലും ലോകത്തിലുമാണ്. ഈശ്വര സാമ്രാജ്യം കീഴടക്കണം എന്ന് പറഞ്ഞാൽ ആരും പുറപ്പെടുന്നില്ലല്ലോ. പുറപ്പെട്ടാൽ അതും സാധിക്കും. ലോകത്തിലെ സാമ്രാജ്യം കീഴടക്കുന്ന പോലെ ഈശ്വര സാമ്രാജ്യവും നമുക്ക് കീഴടക്കാൻ പറ്റും. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിത. അപ്പം ആദ്യത്തെ പ്രസ്താവന എന്താ? അവ്യക്തമായ മൂർത്തിയിലൂടെ ഞാൻ ജഗത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ മത്സ്ഥാനി സർവഭൂതാനി,
ഈ പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങൾ മുഴുവനും മത്സ്ഥാനി. ഇത് കൃഷ്ണൻ പറയുന്നത് പോലെ നിങ്ങൾക്കും പറയാറാവണം, എല്ലാവർക്കും പറയാറാവണം. അപ്പോഴേ ആ ഉപദേശത്തിന് സാർവത്രികതയുള്ളൂ, അർത്ഥവത്തായുള്ളൂ. അതെ, ഇത് ഞാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്കൊക്കെ കേൾക്കാനേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞത് കേട്ടോളൂ, എന്നിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, ആ പറച്ചിലൊന്നും ശരിയല്ല. അത് ആധുനിക ലോകത്ത് മനുഷ്യബുദ്ധിക്കോ മനുഷ്യ മനസ്സിനോ സമ്മതിക്കാവുന്നതല്ല. നമ്മളെല്ലാവരും അമ്മയ്ക്ക് ജനിച്ച കുട്ടികളാണ്. ഒരാൾക്ക് എന്ത് കിട്ടിയോ അത് വേറൊരാൾക്കും കിട്ടുന്നതിന് ഒരു വിരോധവുമില്ല. പ്രത്യേകിച്ചും പുറം നേട്ടങ്ങളല്ല, ഉൾനേട്ടങ്ങളാണിത്. നമ്മൾ ആത്മലാഭത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പണം വേണ്ട, പഠിപ്പ് വേണ്ട, പ്രതാപം വേണ്ട, ആൾ സ്വാധീനം വേണ്ട. ഉള്ളിലുള്ളത് കൈക്കലാക്കാൻ നമുക്ക് ആരുടെ സഹായം വേണം? അതിനുള്ള ഉപദേശം നമുക്ക് ആവശ്യപ്പെടാം. ഉപദേഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ആ ഉപദേഷ്ടാവിന് കൃതാർത്ഥത വരുന്നത് എപ്പോഴാണ്? താൻ കൊടുക്കുന്ന ഉപദേശം കേട്ട് മനസ്സിലാക്കി സാക്ഷാത്കരിക്കണു കേട്ടവരെ എന്ന് വരുമ്പോഴാണ് ഉപദേഷ്ടാവിന് സാഫല്യം. മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വസ്ഥിതഃ. മത്സ്ഥാനി സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളിലും എന്നിലാണ് നിൽക്കുന്നത്, എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാലോ നചാഹം തേഷു അവസ്ഥിതഃ, ഞാൻ ഈ ഭൂതങ്ങളിൽ ഒന്നിലും തന്നെയില്ല. അവിടെയാണ് നമ്മുടെ ഡോക്ടർ സുബ്രഹ്മണ്യത്തിനൊക്കെ സംശയം വന്നത്. എന്താണത്? എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാൻ ഒന്നിലും സ്ഥിതി ചെയ്യുന്നില്ല. ഇതെന്താ അത്? നമ്മൾ ഇത്രയും മനസ്സിലാക്കിയത് എന്താ? ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട്, എല്ലാറ്റിലുമുണ്ട് ഭഗവാൻ. എല്ലാറ്റിലുമുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു സാധനം നശിക്കുമ്പോൾ ഭഗവാനും നശിച്ചു എന്ന് വരില്ലേ? അപ്പോൾ ഒരു പട്ടി ചെത്തു എന്നിരിക്കട്ടെ, പട്ടിയിൽ ഭഗവാനുണ്ടെങ്കിൽ പട്ടി ചാവുമ്പോൾ ഭഗവാനും ചാവും. അത് ശരിയാണോ? അത് സമ്മതിക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾ ആലോചിക്കുന്നില്ലായിരിക്കുമോ? ഒരു വൃക്ഷം, അതിലുമുണ്ട് ഭഗവാൻ. മഴുകൊണ്ട് അതങ്ങോട്ട് മുറിച്ചു, അല്ലെങ്കിൽ വാളുകൊണ്ട് മുറിച്ചാൽ ഭഗവാന്റെ കഴുത്ത് മുറിച്ച മാതിരി പോയോ ഭഗവാൻ? ആലോചിക്കേണ്ടതാണ്, വളരെ ചിന്തിക്കേണ്ടതാണ്. അവ്യക്തമായ രൂപത്തിലാണ് ഞാൻ വ്യാപിച്ചു കിടക്കുന്നത്. അവ്യക്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യക്തമല്ല, പാഞ്ചഭൗതികമല്ലാതെ. ഈ മരത്തിനെ മുറിക്കുന്ന സമയത്ത് എന്തിനെയാണ് ഈ മുറിക്കുന്നത്? ഖരമായ ഒരു വസ്തു, തടി, അത് ഖരമായ ഒരു വസ്തു കൊണ്ട് അറുത്തങ്ങോട്ട് മുറിക്കണു. ആ മുറിക്കലും മുറിവൊക്കെ നടക്കുന്നത് വ്യക്തമണ്ഡലത്തിലാണ്. ആ വ്യക്തമണ്ഡലത്തിൽ നടക്കുന്ന പ്രവൃത്തി അവ്യക്ത വ്യാപ്തിയെ ബാധിക്കുന്നില്ല, ഒരിക്കലും ബാധിക്കില്ല. അതാണ് ഈ ലോകത്തിൽ ഹിംസകളും ബാക്കി പലതും ഇവിടെ നടക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ഒരു രഹസ്യവും ഒരു തത്വമുള്ളത് എന്താ? ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവന് നിലനിൽക്കണമെങ്കിൽ മറ്റ് ജീവനങ്ങളെ ഉപയോഗിച്ചേ പറ്റൂ. മരങ്ങളും സസ്യലതാദികളും എന്ത് ചെയ്യണു? ഭൂമിയിൽ നിന്ന് ഖരവസ്തുക്കളും ദ്രവവസ്തുക്കളുമായി കുറേ വെള്ളമെടുക്കും, കുറേ ധാതുക്കളും ലവണങ്ങളും എടുക്കും. എത്രത്തോളം എടുക്കണോ അത്രത്തോളം അത് ഭൂമിയിൽ കുറയും, പക്ഷേ രൂപാന്തരപ്പെട്ട് നിലനിൽക്കും ചെയ്യും. അപ്പോൾ സസ്യലതാദികൾക്ക് ഭക്ഷണം എന്താ? ധാതുലവണങ്ങൾ, വെള്ളം, സൂര്യരശ്മി മുതലായത്. ആ സസ്യങ്ങളെ തിന്നിട്ടാണ് ജീവജാലങ്ങൾ ഉണ്ടാവുന്നത്. ആ ജീവജാലങ്ങളിൽ ചിലതിനെ ഭക്ഷിച്ചാണ് വേറെ ചിലതുണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ ശരീരം, നമ്മൾ സസ്യഭുക്കുകളാകേണ്ടതാണ്, സസ്യഭുക്കുകളായി. അല്ലാത്തവരോ സസ്യഭുക്കുകളായിരിക്കുന്ന ജീവികളെ, അതിൻ്റെ മാംസം അവർ കഴിക്കുന്നത് എപ്പോഴും അല്ലെങ്കിലും. എന്നിട്ട് നമുക്കെന്ത് സംഭവിക്കണു? നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ മാംസം ഭൂമിയിൽ ചേർന്നു, അന്തരീക്ഷത്തിൽ ചേർന്നു, എന്നിട്ട് വീണ്ടും സസ്യലവണങ്ങളായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ ജീവോ ജീവസ്യ ജീവനം, ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവൻ നിലനിൽക്കുന്നത് മറ്റൊരു ജീവിയിലാണ്. അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിബിഡമായ ഒരു ഗാഠവനത്തിൽ ചെന്നാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന കൊടും വനങ്ങളുണ്ട്. ആ വനങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല. അവിടെ മരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, 100-200 കൊല്ലം കഴിഞ്ഞ് വീണിട്ടുണ്ടാവും, അവിടെ ദ്രവിച്ചിട്ടുണ്ടാവും, അവിടെ പുല്ലുണ്ടാവും. ആ പുല്ല് മാനും മറ്റും തിന്നും. അവസാനം ആ മാനെ പിടിച്ചു തിന്നും. ആ പിടിച്ചു തിന്നുന്ന നരി, പുലി മുതലായതൊക്കെ അവിടെ വീഴും. അത് മുഴുവനും പുല്ലായി രൂപാന്തരപ്പെടും. കുറേയൊക്കെ വൃക്ഷങ്ങളാവും, ലതകളാവും. ആകെ മൊത്തം വനത്തിന് ഒരു കേടും ഒരു കുറവും വരണില്ല. അതാണ് പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് ഉപനിഷത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തിൻ്റെ ആകത്തുകയ്ക്ക് ഒരു കാലത്തും ഒരു നാശവുമില്ല. ഇല്ല ഇല്ല ആകത്തുകയ്ക്ക് ഒരു നാശവുമില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയും. ഒരു എനർജി രൂപാന്തരപ്പെട്ട് വേറെ ഒന്നാവും, ഒന്ന് ഇല്ലാതെയായാൽ വേറെ ഒന്നാവാതെ പറ്റില്ല. ടോട്ടൽ എനർജി ഒരുപോലെയാണ് നിൽക്കുന്നത്. അതുപോലെ ടോട്ടൽ മാറ്ററിനും ഒരു മാറ്റവും ഇവിടെ വരില്ല. അപ്പോൾ മസ്താനി സർവഭൂതാനി, എല്ലാം എന്നിലാണ് നിൽക്കുന്നത്. എന്നാൽ ഞാൻ ഒന്നിലും നിൽക്കണുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു മരം മുറിച്ചത് കൊണ്ട് ആ മരത്തിൽ അധിവസിക്കുന്ന എന്നെ അവർ സ്പർശിക്കണമില്ല, എന്നെ മുറിക്കണമില്ല. മുറിക്കാതെ നിൽക്കുന്ന മരത്തിൽ ഞാൻ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ മുറിക്കുമ്പോഴും മുറിച്ചു കഴിഞ്ഞതിന് ശേഷം മരത്തിലുമുണ്ട്, അറക്കുന്ന വാളിലുമുണ്ട്, അറക്കുന്ന ആ മനുഷ്യനിലുമുണ്ട്, കാറ്റിലുമുണ്ട്, എല്ലാറ്റിലും ഞാനുണ്ട്. അപ്പം എൻ്റെ വ്യാപ്തി മുറിക്കാവുന്നതോ വ്യത്യാസപ്പെടുത്താവുന്നതോ വിച്ഛിന്നമോ അല്ല, അവിച്ഛിന്നമാണ്. അതിലൊരു കത്തി വയ്ക്കാനോ ഒരു വാൾ കോർക്കാനോ ഒരാൾക്കും സാധിക്കില്ല. ഞാൻ പഞ്ചഭൂതങ്ങളിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നവനാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നശിച്ചു, ഒരു ഗോളമാകട്ടെ അല്ല ഒരു ജീവനാവട്ടെ നശിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ നശിച്ചു എന്ന് നിങ്ങൾ ഒരാളും വിചാരിക്കരുത്. ഭഗവാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ തിരിച്ച് നിൽക്കുന്ന ഒരു സാധനമല്ലാതെ എല്ലാ ദിക്കിലും ആകാശം പോലെ വ്യാപിച്ചു കിടക്കുന്നതാണ്. അതാണ് അവ്യക്തമൂർത്തിന എന്ന് പറയാൻ കാരണം. മസ്താനി സർവഭൂതാനി നചാഹം തേഷ്വസ്ഥിത. ഈ പ്രപഞ്ചം മുഴുവൻ എന്നിൽ നിലനിൽക്കുന്നുവെങ്കിലും ഞാൻ പ്രപഞ്ചത്തിൽ ഒതുങ്ങിക്കഴിയണു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഐ ആം ഇമ്മനൻറ്റ് ആൻഡ് ട്രാൻസെൻഡൻറ്റ്. ഞാൻ ഈ ഭൂമിയിലുണ്ട്, വെള്ളത്തിലുണ്ട്, വായുവിലുണ്ട്, അഗ്നിയിലുണ്ട്, ആകാശത്തിലുണ്ട്, അതിനപ്പുറം മനുഷ്യൻ്റെ മനസ്സിലുണ്ട്, ബുദ്ധിയിലുണ്ട്, അഹങ്കാരത്തിലുണ്ട്, ആത്മാവിലുണ്ട്. അപ്പം എന്താ എൻ്റെ നില ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരെണ്ണത്തിനെ പിടിച്ച് പോക്കറ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഈ മണൽത്തരി അതങ്ങോട്ട് വിഴുങ്ങിയാൽ ഭഗവാനെ വിഴുങ്ങി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുവപ്പാ. ഏത് കാലത്ത് പറഞ്ഞതാ? 5000 ചില്ലാനം കൊല്ലം മുമ്പ് പറഞ്ഞതും എഴുതിയതുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നചാഹം തേഷ്വസ്ഥിത. അമേരിക്കയിൽ അവിടെ കോൺഗ്രസിൻ്റെ ഒരു അംഗം ഗീത കയ്യിലെടുത്താണത്രേ സത്യപ്രതിജ്ഞ ചെയ്തത്. അവർക്ക് ആ ഗീത നൽകുന്ന കോൺഫിഡൻസ്, വിശ്വാസം, ഗീത നൽകുന്ന ആ പേഴ്സണാലിറ്റി, ആ വ്യക്തിത്വം എത്ര മഹത്താണെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ മനുഷ്യ മനസ്സിനെ അത്യുത്തുംഗമാക്കി തീർക്കുന്നതാണ് ഈ ഗീതയിലെ സൂക്തങ്ങൾ. ഈ ചില്ലറ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വിട്ട് അങ്ങോട്ട് പോട്ടെ. പണം, പണക്കാരൻ, എന്ത് പ്രാന്താത്. പിച്ചക്കാരൻ, പിച്ച വിട്ടുകളയോ അത് മുഴുവനും. അതൊക്കെ ധനത്തിൻ്റെ നിലനിൽപ്പും അഭാവവും ഭാവവും ഒക്കെ കണക്കിലെടുത്ത് പറയുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഭാഷ എന്നോട് സംസാരിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് കുറവ് എന്ന് പറയൂ. എന്തിൻ്റെ കുറവാണ്? മനസ്സിൻ്റെ കുറവോ, ബുദ്ധിയുടെ കുറവോ, ആത്മസത്തയുടെ കുറവോ? എന്താണുള്ളത്? നമ്മുടെ മനസ്സ് നിറഞ്ഞ്, നമ്മുടെ വ്യക്തിത്വം നിറഞ്ഞിരിക്കുകയാണ്. ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾ, ഉള്ളിൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആത്മാവും നിറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതലായിട്ടൊരു സാധനം ഉള്ളിൽ നിറയ്ക്കാൻ നമുക്ക് പറ്റില്ല, സ്ഥലമില്ല, ലോകത്തിൽ ഇല്ലതാനും നിറയ്ക്കാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്കുള്ളപ്പോൾ നമ്മൾ എന്താ ഈ ലോകത്തിൻ്റെ പിന്നാലെ എരപ്പാളിയായിട്ട് ഇങ്ങനെ എരന്നു പോണത്? മനസ്സങ്ങോട്ട് വിശാലമാകട്ടെപ്പാ. മനസ്സിനെ വിശാലമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് ആരോടാ പറയുന്നത്? അർജുനനോട്. എവിടെ? പടക്കളത്തിൽ, തേർത്തടത്തിൽ പട തുടങ്ങാൻ വേണ്ടി, പട ചെയ്യിക്കാൻ വേണ്ടി. അല്ലാണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അർജുനൻ്റെ മനസ്സിന് എക്കാലത്തേക്കും വേണ്ട തത്വമൂല്യ സിദ്ധാന്തങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്ത് ഒരു പുതിയ ഉൾവ്യക്തിത്വം കൂടം തിരിഞ്ഞങ്ങോട്ട് ഉണ്ടായി. ആ വ്യക്തിത്വത്തോടു കൂടി ഇനി നീ ഗാണ്ഡീവം എടുത്തോ എന്ന് പറയുക. അപ്പോൾ അതൊരു താത്കാലിക ഉപദേശമല്ല, ശാശ്വതമായ ഒരു ഉപദേശമാണ്. നചാഹം തേഷ്വസ്ഥിത. മനസ്സിലായോ നിങ്ങളോട് പറഞ്ഞത്? നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം
ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഇവിടെയാണ് നമ്മുടെ ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്നോട് ചോദിച്ചത്, നചമസ്ഥാനി ഭൂതാനി എന്ന് പറയുന്നുണ്ടല്ലോ കൃഷ്ണൻ. ആദ്യം പറഞ്ഞു എല്ലാ ഭൂതങ്ങളിലും എന്നിലാണെന്ന്, പിന്നെ പറഞ്ഞു ഞാനൊന്നിലുമില്ല, അത് ഞാൻ സമ്മതിക്കാം. പിന്നെ അടുത്ത് പറയണത് നചമസ്ഥാനി ഭൂതാനി, എല്ലാ ഭൂതങ്ങളിലും എന്നിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം മൂന്നാമത് പറയുകയാണ് നചമസ്ഥാനി ഭൂതാനി, എന്നിൽ ഒരു ഭൂതങ്ങളുമില്ല എന്ന്. ആദ്യം പറയണു എല്ലാ ഭൂതങ്ങളിലും എന്നിലാണെന്ന്, ഇപ്പം പറയണു ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ഭൂതങ്ങളും എന്നിലില്ല എന്ന്. ഇതെന്താ അങ്ങനെ പറഞ്ഞിരിക്കണേ എന്ന് ചോദിക്കുക. ഇതാണ് നമ്മുടെ അദ്വൈത സിദ്ധാന്തം. കേട്ടോളൂ, കേട്ടോളൂ, ചിന്തിച്ചോളൂ, ഗ്രഹിച്ചോളൂ. ഒറ്റ ജീവജാലങ്ങളും ഭൂതങ്ങളും എന്നിലില്ല. പശ്യമേ യോഗമൈശ്വരം. ഇതാണ് എൻ്റെ ഐശ്വരയോഗം. എല്ലാറ്റിനെയും ഞാൻ കാണിച്ചു തരുന്നു. എല്ലാറ്റിനും നല്ല നിലനിൽപ്പുണ്ടെന്ന് നല്ല പോലെ ബോധ്യം വരുത്തുന്നു. അതേ സമയത്തും ഒരു സാധനവുമില്ല, ഒന്നും നിലനിൽക്കണമില്ല. ഇതാണ് വാസ്തവം. ഇങ്ങനെ ഉണ്ട് എന്നുള്ള വസ്തുതയ്ക്ക് മുകളിൽ ഒന്നുമില്ല എന്നുള്ള സത്യം എങ്ങനെയാണ് ഇത് രണ്ടും കൂടി കോർത്തിണക്കണത് എന്നുള്ളതാ ചോദ്യം. അതാണ് മനുഷ്യജന്മത്തിൻ്റെയും മനുഷ്യബുദ്ധിയുടെയും മനുഷ്യബോധത്തിൻ്റെയും വിശേഷം. ഈ പറയണതൊക്കെ അക്ഷരം പ്രതി ശരിയാ. ഞാനും നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും, അല്ലാണ്ട് ഇവിടുന്ന് എണീക്കില്ല. നിങ്ങളത് ഗ്രഹിക്കണുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഗ്രഹിക്കാതെ നിങ്ങൾ എണീക്കരുത്. ഇന്നത്തെ കാലത്ത് പിടിച്ചു വയ്ക്കാമല്ലോ. സ്വാമിജി പറഞ്ഞതൊക്കെ പിടിച്ചു വെച്ചിട്ട് 1000 തവണ കേൾക്കൻ, മനസ്സിലായിട്ട് എണീക്കാൻ പാടുള്ളൂ. അർജുനൻ എങ്ങനെ മനസ്സിലായി? അർജുനൻ എങ്ങനെ സമ്മതിച്ചു? അർജുനൻ എങ്ങനെ സാക്ഷാത്കരിച്ചു? നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്ന് പറഞ്ഞുല്ലോ. എൻ്റെ മോഹം മുഴുവനും പോയി, എൻ്റെ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ഒരു യുദ്ധമല്ല 12 മഹാഭാരത യുദ്ധം വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അമ്പും വില്ലുമായി എണീറ്റ് നിന്നു. അതുകൊണ്ട് നിങ്ങൾക്കും പറ്റണ്ടേ? ദശലക്ഷങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. അതിലേതാണ്ട് ദശസഹസ്രങ്ങളെങ്കിലും ഇതിന് ത്രാണിയുള്ളവരാവണ്ടേ? എവിടെ പോരായ? ഒന്ന് ആലോചിച്ച് നോക്കിനപ്പ. നിങ്ങൾക്ക് ചെവിയില്ലേ? ഉവ്വ് കേൾക്കുന്നുണ്ട്. മനസ്സില്ലേ ഗ്രഹിക്കാൻ? ഉവ്വ്. ബുദ്ധിയുമില്ലേ അത്യാവശ്യത്തിന്? അതുകൊണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളത് എന്തുകൊണ്ടുണ്ടാവില്ല? മറുപടി പറയും. നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഭൂതഭൃത്, ഞാൻ ഭൂതങ്ങളെ ഭരിക്കുന്നവനാണ്. ഭൂതസ്ഥ, ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. മമാത്മാ ഭൂതഭാവന, ഈ ഭൂതങ്ങളെ മുഴുവൻ ഞാൻ പരിരക്ഷിക്കുന്നവനാണ്. അങ്ങനെ ഒക്കെ ആയാലും ഒരു സത്യമുണ്ട്, ഒറ്റ സൃഷ്ടിവിശേഷവും എന്നിലില്ല. എന്നിലില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടിയും വിശേഷമൊക്കെ പ്രാതിഭാസികമാണെന്ന്. പ്രാതിഭാസികമാണ്. പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ എന്താ? 3 തരത്തിലുള്ള സത്യയെ പറ്റിയിട്ടാണ് നാം പറയുന്നത്. എന്തൊക്കെയാ അത്? പാരമാർത്ഥികം, വ്യാവഹാരികം, പ്രാതിഭാസികം. വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാക്ഷൻ ലെവലിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയുണ്ട്. നമ്മൾക്കൊരു ശരീരമുണ്ട്. ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ 5 ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ട് ആ ഇന്ദ്രിയങ്ങൾ ലോകത്തെ ഇന്ദ്രിയ വസ്തുക്കളാക്കി കാണിക്കുന്നു. അതിൽപ്പെട്ടതാണ് പഞ്ചഭൂതം, പഞ്ചലക്ഷണങ്ങൾ. ഭൂമിക്ക് ഗന്ധം, ജലത്തിന് രസം, വായുവിന് സ്പർശം, അഗ്നിക്ക് നിറം, ആകാശത്തിന് ശബ്ദം. ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങൾ ഗ്രഹിക്കാനുള്ള 5 ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ മൂലം ശബ്ദസ്പർശ രസരൂപഗന്ധമോ അതോ ശബ്ദസ്പർശ രസരൂപഗന്ധം കൊണ്ട് ഇന്ദ്രിയങ്ങളോ? നിങ്ങൾ തന്നെ പറയും. 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങൾ നാം അനുഭവിക്കുന്നത്. അപ്പോൾ ഈ 5 കൂട്ടം തന്മാത്രകളുണ്ടല്ലോ, ആ തന്മാത്രകളെ രചിക്കുന്നത് ഇന്ദ്രിയങ്ങളോ അതോ ഇന്ദ്രിയങ്ങളിൽ തന്മാത്രകൾ രചിക്കുന്നത് മറ്റ് ഭൂതങ്ങളോ എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. കണ്ണില്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ
അയാൾക്ക് ഒരു നിറവും ഒരു പ്രകാശവും ഉണ്ടാവില്ല. നമുക്കൊക്കെ പ്രകാശമുണ്ട്. എന്തുകൊണ്ട്? കണ്ണുകൊണ്ട്. അപ്പം നമ്മളാണോ പ്രകാശം ഉണ്ടാക്കിക്കുന്നത്? നമ്മളിലെ കണ്ണോ? അങ്ങനെ 5 ഇന്ദ്രിയങ്ങളും ഒരാൾക്കില്ലെങ്കിലോ ഈ ലോകത്തിൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പഞ്ചതന്മാത്രകൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇതൊരു വലിയ ചോദ്യമാണ് കൂട്ടരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളല്ലേ ഈ പഞ്ചതന്മാത്രകളെ രചിക്കുന്നത്? ഈ ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ തന്മാത്രകൾ എന്നൊന്നുണ്ടോ ഈ ലോകത്തിൽ? ഉണ്ടാവില്ലല്ലോ. ചെവിയുള്ളവർക്ക് തന്നെ കുറേ കഴിഞ്ഞ് ചെവി കേൾക്കാതെയായി വയസ്സായിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രനാളും കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ഇപ്പം എങ്ങനെയാണ് ലോകത്തില്ലാതെയായത്? ലോകത്തിലില്ലാതെയായിട്ടുണ്ടോ? ബാക്കിയുള്ളവർക്ക്, ചെവിയുള്ളവർക്കൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ആരാ? ചെവിയോ വേറെ വല്ലതുമോ? നിങ്ങൾ തന്നെ മറുപടി പറയും. നച മസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. യോഗമായ ഐശ്വരം. ഐശ്വരം എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം മനുഷ്യാതീതമായി ഗ്രഹിക്കാൻ പറ്റാത്തതായ വിശേഷപ്പെട്ട ഒരു ദിഷ്ടം, ഒരു വിശേഷപ്പെട്ട ഒരു ഭാവം. അതെന്താ? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കണു. പരിശോധിക്കുന്ന സമയത്ത് ഉള്ളത് ഇല്ലാതെയാവണു. എന്നാൽ ഇല്ലേ ഉണ്ട്, പരിശോധിച്ചാലോ ഇല്ല. എന്തു പ്രതിഭാസം? ആ പ്രതിഭാസത്തിനെ തൊടുക്കുന്നതാണ് യോഗം, ഐശ്വരം, മായ എന്നൊക്കെ പറയുന്നത്. ഇതിന് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ലോകം എന്ന് പറയണു, കാണുന്നു, ഇന്ദ്രിയങ്ങൾ, അതിനെപ്പറ്റി അന്വേഷിക്കണു. ഇതൊക്കെ എപ്പോഴാ? ഉണർന്നിരിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ എന്താ സ്വാമിജി അതിനർത്ഥം? നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കണില്ല. ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകവും വ്യവഹാരവും ഉള്ളൂ, ശബ്ദസ്പർശ രസാദികളുള്ളൂ. ഉണർന്നിരിക്കുക. ആ ഉണർവ്, ഈ ഉണർവ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അല്ല. ഉണർവ് എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിയുടെയാണ്. അവനാണ് ഉണരുന്നത്. എന്താ അവൻ ഉണരണു എന്ന് പറയണേ? എപ്പോഴും ഉണർന്നിരിക്കണില്ലേ? ഇല്ല. ഉണർന്നിരിക്കുന്ന പോലെ അവൻ കിടന്നുറങ്ങണു. ആര് ഉണർന്നുവോ അവനാണ് ഉറങ്ങുന്നത്. ആ ഉറക്കത്തിൽ നിന്നാണ് ഉണരുന്നത്. ഉണരുന്നതിൽ നിന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഉറക്കവും ഉണർവും പരസ്പര പൂരകങ്ങളായി തുടരുകയാണ്. ആ ഉണരുമ്പോൾ മാത്രമേ ഈ ലോകവും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളുമുള്ളൂ. ആ പദാർത്ഥങ്ങൾ മുഴുവൻ ഈ ഉണരുന്നവൻ ഉറങ്ങുമ്പോൾ ആ പദാർത്ഥങ്ങളുമില്ല, ദേഹവുമില്ല, ലോകവുമില്ല, തന്മാത്രകളുമില്ല, ഒന്നുമില്ലാതെയാവും. ഏത് അനുഭവം കൊണ്ട് നാം ഉണ്ട് എന്ന് പറയുന്നുവോ അതേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇല്ലാന്നും നമ്മൾ പറയുന്നു. അപ്പോൾ ഉള്ളതും ഇല്ലാതെയായിത്തീരുന്നതുമായ ഒരു വസ്തുവോ സത്താവിശേഷം, അതോ ഇത് രണ്ടിലും നശിച്ചു പോകാതെ ഇരിക്കുന്ന ആ ഉൾവ്യക്തിത്വമോ? കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഉറങ്ങിയ സമയത്ത് നിങ്ങളില്ലാതെയായോ? ഇല്ല. ഉണർന്നപ്പോൾ നിങ്ങളില്ലാതെയായോ? ഇല്ല. ഉണർവ് മാത്രമേ പോയുള്ളൂ. ഉണർന്നിരുന്നവൻ പോയില്ല. ഉണർവിൻ്റെ സ്ഥാനത്ത് ഉറക്കം വന്നു. ഉറങ്ങിയവൻ പോയില്ല, ഉറക്കമേ പോകുന്നുള്ളൂ ഉണരുമ്പോൾ. അപ്പോൾ ഉറങ്ങിയവനും ഉണർന്നിരിക്കുന്നവനും അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. അതാണോ സത്യം? ഇത് വന്നു പോകുന്ന ഉണർവും ഉറക്കുമോ സത്യം? മറുപടി പറയുന്നപ്പാ. നിങ്ങളുടെ ബുദ്ധിയെ പണയം വയ്ക്കരുത്. അർജുനൻ കേട്ട മാതിരി കേൾക്കൻ. നമ്മുടെ മുൻപിൽ മഹാഭാരത യുദ്ധമില്ല, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ സുഖമായിട്ട് സോഫയിലിരുന്നിട്ടാണ് കേൾക്കണത്. ഫാനും ഉണ്ടാവും, എയർ കണ്ടീഷനും ഉണ്ടാവും. മഹാഭാരത യുദ്ധമൊന്നും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിഷമമാണ്. ഇപ്പോൾ നമുക്കിത് മനസ്സിലായില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അർജുനന് മനസ്സിലായില്ലെങ്കിൽ എണീക്കാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് കണ്ടത് മുഴുവൻ വെച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ പറ്റില്ല എന്ന്. എങ്ങനെ ഉണർന്നിരുന്നുവോ കാണുന്നുവോ അതേ മനുഷ്യൻ ഉണർവ് വിട്ട് ഉറങ്ങുന്നു. ആ സമയത്ത് കണ്ടതൊക്കെ മാഞ്ഞുപോയി. പിന്നെ രണ്ടാമത് ഉദിക്കണു അവൻ ഉണർന്നപ്പോൾ. അപ്പോൾ ഈ ലോകം എവിടെയാണ് നിലനിൽക്കുന്നത്? നമ്മൾ ലോകത്തിലോ അതോ ലോകം നമ്മുടെ ഉണർവിലോ? ഒന്ന് പറയുന്നപ്പാ. ഐ ആം ആസ്കിങ് യു എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. Are we existing in this world, or the world is existing in my wakefulness? Only when I wake up, the world comes into existence. When I
the wakeful person, I go into sleep, the world totally becomes extinct. അപ്പോൾ ഈ ലോകത്തിനാണ് ഉദയാസ്തമനങ്ങൾ, എനിക്ക് ഉദയാസ്തമനങ്ങൾ ഇല്ല. ലോകമാണ് ഉദിക്കുന്നത് അസ്തമിക്കുന്നത്. ലോകത്തിന് ഉദിക്കാൻ വേണ്ടി ഞാനൊരു ഉണർവ് രചിക്കുന്നു, ആ ലോകം അസ്തമിക്കാൻ വേണ്ടി ഞാനൊരു ഉറക്കം രചിക്കുന്നു. അങ്ങനെ ഉണർവിനെയും ഉറക്കത്തിനെയും രചിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എക്കാലത്തും നിലനിൽക്കുന്നു സമാനനായി. ഈ ലോകമാണ് പ്രതിഭാസിക്കുന്നതും ഇല്ലാതെയാവുന്നത്. അതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്, നച മത്സ്ഥാനി ഭൂതാനി. ഉറക്കത്തിൻ്റെ ഇടയിൽ നമുക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം? ഉറങ്ങിക്കിടക്കുന്നവൻ ഉണരുന്നതിന് മുൻപ് വഴുതി അങ്ങോട്ട് പോയി. എന്നിട്ടോ സ്വപ്നം എന്ന് പറഞ്ഞൊരു ദശയുണ്ടായി അവിടെ. ആ സ്വപ്നത്തിലോ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനസ്സ്, അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവുണ്ടല്ലോ, ആ ഇന്നർ കോൺഷ്യസ്നെസ്, അതാണ് ഈ സ്വപ്ന ലോകത്തെയും സ്വപ്ന പദാർത്ഥങ്ങളെയും സ്വപ്നദേഹത്തെയും സ്വപ്ന വ്യവഹാരങ്ങളെയും മുഴുവനും സൃഷ്ടിക്കുന്നത്. അത് മുഴുവനും സൃഷ്ടിച്ച് നിലനിൽക്കുന്നുണ്ടോ ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ ഠപ്പ് എല്ലാം പോയി. എന്നാൽ ആ സ്വപ്നം കാണുന്ന സമയത്തോ അത് സ്വപ്നമല്ല, ഉണർവ് പോലെ, ഉണർന്ന ദശ പോലെയുള്ള സാർത്ഥകമായിട്ടുള്ള ഒരു ദശയാണ്. ഉറങ്ങിക്കിടക്കുന്നവൻ്റെ ശരീരം കട്ടിലിൽ കിടക്കുക, സ്വപ്നം കാണുന്നവൻ്റെ ശരീരം ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും പോയി. ഈ ശരീരം ഇവിടെ കിടക്കുമ്പോൾ ഇതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് പുതിയ ഒരു ശരീരം ഈ മനസ്സ് എങ്ങനെയാണ് രചിച്ചത്? ആ ശരീരം വെച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്തു സ്വപ്നത്തിൽ? ആ സ്വപ്നം പെട്ടെന്ന് ഇല്ലാതെയായി പോയപ്പോൾ ഈ വ്യക്തി നശിച്ചു പോയോ? ഇല്ലല്ലോ. സ്വപ്നത്തിൽ ചിലപ്പോൾ താൻ മരിച്ചു എന്ന് സ്വപ്നം കാണുന്നവരുണ്ട്. എണീറ്റ് നോക്കിയാൽ ഒരു മരണവും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വപ്നപദാർത്ഥങ്ങളും സ്വപ്നലോകവും എല്ലാം തന്നെ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനസ്സിലാണ് നിർമ്മിതമാവുന്നത്. ആ നിർമ്മിതമായത് മുഴുവൻ എണീക്കുന്നതോടുകൂടി പോകുന്നു, ഇല്ലാതെയാവുന്നു. അപ്പോൾ സ്വപ്നപദാർത്ഥങ്ങൾക്ക് ഉണ്മയുണ്ടോ? ഇല്ല. അതേപോലെ ഉറക്കത്തിലില്ലാതെയായിത്തീരുന്ന ജാഗ്രത് വിഭവങ്ങൾക്ക്, ജാഗ്രത് വൈവിധ്യങ്ങൾക്ക് അതിനും ഉണ്മയുണ്ടോ? ഇല്ല. 16 മണിക്കൂർ നിലനിന്നാലും 8 മണിക്കൂർ ഇല്ലാതെയാവും. 1 മണിക്കൂർ ഇല്ലാതെയായാലും മതി. അപ്പോൾ നചമസ്ഥാനി ഭൂതാനി എന്ന് പറയുന്നത് ഈ സ്വപ്നപദാർത്ഥങ്ങൾ മുഴുവനും ആ സ്വപ്നത്തിൽ സഞ്ചരിച്ചു, വലിയൊരു കെട്ടിടത്തിൽ പോയി പ്ലെയിൻ ആക്സിഡൻ്റായി, അതിൽ പെട്ടു, മരിച്ചു എന്നൊക്കെ സ്വപ്നം കാണുമ്പോഴും നമുക്ക് ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല. ആ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടേ ഇല്ല. ആ സ്വപ്ന പദാർത്ഥങ്ങൾ പോലെയാണ് ഈ ജാഗ്രത് പദാർത്ഥങ്ങളും. ഒരു വ്യത്യാസവും അതിലില്ല. സ്വപ്നം കാണുന്നവരും ജാഗ്രത്തിൽ ഉണർന്നിരിക്കുന്നവരും ഉറക്കത്തിൽ ബോധമറ്റ് കിടക്കുന്നവരും ഒരേ ആളാണ്. ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു, ഞാനിതാ ഉണർന്നിരിക്കുന്നു. ആ ഞാനിൽ ഒരു വ്യത്യാസവും നമുക്കില്ല, എല്ലാം ഒരുപോലെയാണ്. എന്തു പറയണു നിങ്ങൾ? നചമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഈ സ്വപ്നം മുഴുവൻ കണ്ടത് ഞാനാണ്. ആ സ്വപ്ന പദാർത്ഥങ്ങളെ ഉണ്ടാക്കിയത് ഞാനാണ്. അതിനെ നിലനിർത്തിയത് ഞാനാണ്. ജാഗ്രത് പദാർത്ഥങ്ങൾക്ക് എന്തൊക്കെ ശക്തിയും ലക്ഷണങ്ങളും ഗുണവീര്യങ്ങളും മഹിമകളും ഉണ്ടോ, അതേമാതിരി സമാന വീര്യ മഹിമകൾ സ്വപ്ന പദാർത്ഥങ്ങൾക്കുമുണ്ട്. സ്വപ്നത്തിൽ എനിക്ക് വിശന്നു, സ്വപ്നത്തിൽ ഞാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം എൻ്റെ വിശപ്പ് തീർത്തു, എൻ്റെ വയറ് നിറഞ്ഞു. അതേപോലെ തന്നെയുള്ളൂ ജാഗ്രത് ഭക്ഷണത്തിനും ജാഗ്രത് വിശപ്പിനും. എന്താ മാറ്റം? രണ്ടും ഒരാൾക്കാണല്ലോ ഉണ്ടാകുന്നത്. ജാഗ്രത് ഭക്ഷണത്തിന് സ്വപ്നത്തിൽ വിലയില്ല, സ്വപ്ന ഭക്ഷണത്തിന് ജാഗ്രതത്തിലും വിലയില്ല. അപ്പോൾ പിന്നെ ഇതെന്താ ഒരു പ്രതിഭാസമല്ലാതെ? നചമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? ഇതെന്തിനാ ഇതൊക്കെ പറയണേന്നറിയോ? നമ്മളെ ആ ഈശ്വരൻ എന്നുള്ള വിശ്വാസം ഈശ്വരൻ മാത്രമാവണം, ഈ ലോകം ഇല്ലാതെ ആവണം. സ്വപ്നം എപ്പോഴെങ്കിലും ഉണ്ടോ? സ്വപ്ന പദാർത്ഥങ്ങൾ ഇല്ലല്ലോ. എന്നാൽ കാണാറില്ലേ? ഉവ്വ്, സ്വപ്നം കാണാറുണ്ട്. പക്ഷേ സ്വപ്ന വസ്തുക്കളൊന്നും ശരിയാണ് നിൽപ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുമാതിരി ഉണർന്നിരുന്ന് ലോകവ്യവഹാരങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, ലോകപദാർത്ഥങ്ങൾ അനുഭവിച്ചോളൂ, അതിൽ നിന്നുള്ള സുഖദുഃഖങ്ങൾക്ക് പാത്രമായിക്കോളൂ.
പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നണം സ്വപ്നത്തിൽ എങ്ങനെയോ അതുപോലെ ഇതും ഉണ്മയിലില്ലാത്തതാണെന്ന്. ഉണ്മയിലില്ലാത്തതാണ്. ആരുടെ ഉണ്മയിൽ? എൻ്റെ അനുഭവ ഉണ്മയിൽ. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് പഠനം നടത്തി പരാമർശിച്ച് വിലയിരുത്തുന്നുണ്ടല്ലോ, ആ വിലയിരുത്തുന്നത് പാർശ്വികമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താ ഈ പാർശ്വികം എന്നുള്ള വാക്കിനർത്ഥം? വിലയിരുത്തുന്ന നമ്മൾക്ക് 3 അവസ്ഥകളാണ് മനസ്സിലുള്ളത്. അതിൽ ഒരവസ്ഥയാണ് ഈ ജാഗ്രത അവസ്ഥ. അപ്പുറത്ത് സമാനമായിട്ട് ഉറക്കവുമുണ്ട്, സ്വപ്നവുമുണ്ട്. ഈ 3 അവസ്ഥകളെയും ഒരുപോലെ പരിഗണിച്ച് വേണം എന്ത് നിലനിൽപ്പിനെയും അതിൻ്റെ വിലയും നിലയും കൽപ്പിക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറക്കം മറക്കാൻ പറ്റില്ല. ഈ ജാഗ്രത അവസ്ഥയിൽ നാം എന്തെല്ലാം കാണുന്നുവോ ആ കാണുന്നത് മുഴുവൻ അതേപോലെ ഇല്ലാതെ ആവുന്നു ഉറക്കത്തിൽ. അപ്പോൾ ഈ ജാഗ്രത പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സത് പൂർണ്ണമായി മായ്ക്കണമുണ്ട്, ഉറക്കത്തിൽ ഇല്ലാതെയാവുന്നു. അപ്പോൾ കുറച്ച് സമയത്തെങ്കിലും ഇല്ലാതെയാവുന്ന ഒരു സാധനം വാസ്തവത്തിൽ ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ എന്ന് നിങ്ങൾ തന്നെ പറയും. അതൊരു വശം. ഇനിയൊരു വശമോ? സ്വപ്നത്തിൽ നമ്മൾ എന്താ? ജാഗ്രതത്തിൽ ഈ കാണുന്നത് മുഴുവൻ എന്നിലാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് വിഷമമുണ്ടാവാം. പക്ഷേ സ്വപ്നമോ? സ്വപ്നം ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള അനുഭവമാണ്. ആ അനുഭവത്തിൽ ആ സ്വപ്നം കിടന്നുറങ്ങുന്നവന് ഒറ്റയ്ക്കൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നപ്രപഞ്ചം മുഴുവനും സ്വപ്ന വസ്തുക്കളും സ്വപ്ന വ്യവഹാരങ്ങളും തത്ഫലങ്ങളുമെല്ലാം ആ ആൾ അനുഭവിക്കുന്നതാണ്. അപ്പോൾ സ്വപ്നം മുഴുവൻ നിൽക്കുന്നത് ആ ആളുടെ ഉള്ളിലാണ്. ആ സ്വപ്നം ഇല്ലാതെയാവണതോ അതേ ആളുടെ ഉള്ളിലാണ്. അപ്പോൾ സ്വപ്ന വസ്തുക്കൾ മുഴുവനും നിൽക്കുന്നത് ഉറങ്ങുന്നവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാണല്ലോ. അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. എണീക്കുമ്പോഴോ ആ സ്വപ്നം മുഴുവൻ പോവുകയും ചെയ്തു. സ്വപ്നം പോയതോടുകൂടി സ്വപ്നം കണ്ടവനില്ലാതെയാവുന്നുണ്ടോ? ഇല്ലാതെയാവുന്നില്ല. അതുമാതിരിയാണ് ഈ ജാഗ്രതയിൽ മുഴുവനും ഞാൻ വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജാഗ്രത പ്രപഞ്ചം തന്നെ അല്ലെങ്കിൽ അതിലെ വസ്തുക്കൾ ഇല്ലാതെയാവുമ്പോൾ ഞാനില്ലാതെയാവുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥം മനസ്സിലായോ? അപ്പോൾ സ്വപ്നം മുഴുവൻ നിൽക്കുന്നത് എന്നിലാണ്. ഞാൻ സ്വപ്നത്തിലില്ല. ഞാൻ സ്വപ്നത്തിലുണ്ടെങ്കിൽ സ്വപ്നം പോയതോടുകൂടി ഞാനും പോയിട്ടുണ്ടാവും. ഞാൻ പോകുന്നില്ലല്ലോ, സ്വപ്നം മാത്രം ഉണ്ടായി പോയി, ഞാൻ എൻ്റെ പാട്ടിൽ നിൽക്കുന്നു. അപ്പോൾ സ്വപ്നം കൊണ്ട് എനിക്കെന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. ഞാൻ ഉണർന്നതോടുകൂടി അത് സ്വപ്നമാണെന്ന് കണ്ടു. സ്വപ്നമാണെന്ന് കണ്ടപ്പോൾ അതിന് വിലയില്ല, തട്ടി അങ്ങോട്ട് കളഞ്ഞു. അതുപോലെ ഈ ജാഗ്രതയിലുള്ള വസ്തുക്കളും അതേപോലെ എന്നിൽ നിൽക്കുന്നതാണ്. ഈ ജാഗ്രത വസ്തുക്കൾ വരുത്തുന്ന മാറ്റങ്ങളൊന്നും എന്നെ ഒരിക്കലും ബാധിക്കുന്നില്ല. പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് എന്നിലാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് വരുന്ന മാറ്റങ്ങളോ നാശങ്ങളോ എന്നെ ഒരു നിലയ്ക്കും ബാധിക്കുന്നില്ല. സ്വപ്ന വസ്തുക്കളെ പോലെയാണ് അത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇത് പലതരത്തിലും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്.